മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള സാമ്പത്തിക ചുറ്റുപാടുകളുള്ള വ്യക്തികളാണ്. ചില വ്യക്തികളുടെ കയ്യിൽ നല്ല രീതിയിൽ പൈസ ഉണ്ടായിരിക്കും, ചില വ്യക്തികൾക്ക് സാമ്പത്തികമായിട്ട് ചില ടൈറ്റുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കും. നമ്മൾ ഒരു കാരണവശാലും നമ്മളുടെ ഈ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ, ഇപ്പൊ നിങ്ങളൊരു ടീം ബിൽഡ് ചെയ്യുന്നു, ആ ടീമിന്റെ ഉള്ളിൽ ഒരു കാരണവശാലും സാമ്പത്തികമായിട്ടുള്ള ഡീലിങ്സ് നടത്തരുത്. എനിക്ക് തന്നെ നേരിട്ട് അറിയാവുന്ന നിരവധി വ്യക്തികൾ അവരുടെ ബിസിനസിന്റെ ഏറ്റവും നല്ല ഹൈ സ്റ്റേജിലൊക്കെ അവർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ ബിസിനസ്സിൽ അവർ വളരെയധികം മോശം സ്റ്റേജിലേക്ക് പോവുകയും ഒരു സമയം കഴിഞ്ഞ സമയത്ത് വെസ്റ്റീജിൽ നിന്ന് തന്നെ പോകേണ്ട സിറ്റുവേഷനും വന്നിട്ടുള്ള ചില കേസുകളുണ്ട്. അത് പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം വന്നത് അവർ വാങ്ങുകയും കൊടുക്കുകയും ചെയ്തിരുന്നത് അവരുടെ ടീമിൽ നിന്ന് തന്നെയാണ്. അത് വളരെയധികം ഡേഞ്ചർ ആണ്. ഒരു സമയം കഴിഞ്ഞ സമയത്ത് അവരുടെ ടീമിൽ നിന്ന് പുറത്തു പോയി മറ്റു ടീമിലുള്ള വ്യക്തികളുടെ അടുത്തു നിന്നുകൂടെ ഫണ്ട് കളക്ട് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് അത് വളരെയധികം പിന്നീട് ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും സാമ്പത്തികമായിട്ടുള്ള, നമ്മൾ പറയാറുണ്ട്, റോളിംഗ് ഒരിക്കലും നമ്മുടെ നെറ്റ്വർക്കിന്റെ ഉള്ളിൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ ഓരോ രൂപയ്ക്കും അതിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോൾ ഒരു പക്ഷേ ഒരു യാത്ര പോവുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഒരു കാറിൽ നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് പോകുന്ന ഒരു പ്ലാനിന് വേണ്ടിയിട്ട് പോകുന്നതാണ്, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോവുകയാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഒരുപക്ഷെ പ്രതീക്ഷിക്കാം, ഓക്കെ, അപ്ലൈൻ്റെ കാറിലാണ് പോകുന്നതെങ്കിൽ നോർമലി ആ വണ്ടിയുടെ ഡീസൽ അടിക്കുന്നതും ഫുഡിന്റെ അത്തരത്തിലൊക്കെ അത് ഒരുപക്ഷെ അപ്ലൈൻ കൊടുക്കുമായിരിക്കാം. ബട്ട് നമ്മളുടെ ഉത്തരവാദിത്വമാണ് സാമ്പത്തികമായിട്ട് നമ്മളെല്ലാവരും ട്രാൻസ്പെറന്റ് ആയിട്ട് മാറുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണോ അതിന്റെ എമൗണ്ട് വരുന്നത് അത് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കി മാറ്റുക. ആദ്യം, സാധാരണ രീതിയിൽ മറ്റേത് ബിസിനസ്സിലും ആദ്യം ഡെലിവറി, അതിനുശേഷം പേയ്മെന്റ് എന്നുള്ളതാണ് അവിടുത്തെ സിസ്റ്റം, അല്ലെ? ഏത് ബിസിനസ്സും ഏത് സാധനം വാങ്ങുന്ന സമയത്തും അങ്ങനെയാണ്. ഇവിടുത്തെ സിസ്റ്റം വ്യത്യസ്തമാണ്. ഇവിടെ നമുക്ക് ആദ്യം പേയ്മെന്റ് കൊടുത്തിട്ട് വേണം ഏത് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു ഉദാഹരണം, ഒരു ടിക്കറ്റ് എടുക്കുകയാണ്. ഇപ്പൊ നമുക്കൊരു മീറ്റിംഗ് വരുന്നു, അതിനൊരു ടിക്കറ്റ് എടുക്കേണ്ടി വരികയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? അതിന് പേയ്മെന്റ് അയച്ചു കൊടുക്കുക. ടിക്കറ്റ് കയ്യിൽ കിട്ടുന്ന സമയത്തല്ല ഇത് അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു കാരണവശാലും നിങ്ങൾ ഒരു രൂപ അങ്ങോട്ടോ നിങ്ങൾക്ക് ഒരു രൂപ ഇങ്ങോട്ടോ കിട്ടാനുള്ള സിറ്റുവേഷൻ ഒരു കാരണവശാലും ഉണ്ടാവാതെ നോക്കുക. ഇപ്പൊ സാധാരണ രീതിയിൽ ഇപ്പോൾ പലപ്പോഴും ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ഒക്കെ ചെയ്ത് കുറെ കാലം ചെയ്തിട്ട് നല്ല രീതിയിൽ വരുമാനങ്ങൾ ഉണ്ടാക്കിയിട്ടും പച്ച പിടിക്കാതെ പോകുന്ന നിരവധി വ്യക്തികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രധാനമായിട്ട് അവർ പച്ച പിടിക്കാതിരിക്കാനുള്ള കാരണമായിട്ട് കണ്ടിട്ടുള്ളത്, അവർക്ക് കിട്ടിയ എമൗണ്ടിനേക്കാൾ കൂടുതൽ അവർ പല ആളുകൾക്കുമായിട്ട്, പ്രത്യേകിച്ചും ടീമിലുള്ള വ്യക്തികൾക്ക് പല സാധനങ്ങളായിട്ട് വാങ്ങിക്കൊടുക്കലും ഒക്കെയാണ് നെഗറ്റീവായിട്ട് കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണ്? ഇവർക്ക് ഒരിക്കലും ഒരു കാരണവശാലും ഇവർക്ക് ഒരു സേവിങ്സോ ഒരു ഇൻവെസ്റ്റ്മെന്റോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് പലപ്പോഴും സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആത്യന്തികമായിട്ട് ഒരു റിച്ച് ആൻഡ് ഫേമസ് ആയിട്ട് മാറാനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ റിച്ച് ആവാനുള്ള ആദ്യത്തെ പാഠമാണ് കടം കൊടുക്കാതിരിക്കുക, കടം വാങ്ങാതിരിക്കുക. കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാതിരുന്നാൽ തന്നെ അത് തന്നെ വളരെ വലിയ രീതിയിൽ നിങ്ങളുടെ സാമ്പത്തിക അച്ചടക്കത്തിനെ ബാധിക്കുന്നതായിട്ട്, അതായത് പോസിറ്റീവായിട്ട് ബാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് റൂൾ നമ്പർ 3.